Dear my students, welcome to English class. Plus one class, first unit, one of the important lessons, that is quest for a theory. ശാസ്ത്ര സിദ്ധാന്തത്തിനു വേണ്ടിയുള്ള ത്വര. Who's Stephen Hawking? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ശാസ്ത്രപ്രതിഭ, മാത്തമാറ്റിക്കൽ പ്രതിഭ, that is both a maths and physics prodigy, a maths prodigy, a physics prodigy, പ്രതിഭ, and the supernova of physics. ഫിസിക്സിലെ ഊർജ തന്ത്ര ശാസ്ത്രത്തിലെ അത്യപൂർവമായ പ്രതിഭാസം, ഒരു നക്ഷത്രം പോലെ പെട്ടെന്ന് ഉദിച്ച് തെളിഞ്ഞ് വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോയ ആ പ്രതിഭ. അദ്ദേഹത്തെക്കുറിച്ച് കിറ്റി ഗെയിൽ എഴുതിയ വരികൾ, ഹോക്കിങ്ങിനെക്കുറിച്ച്. പാർട്ട് 3 ഓഫ് ദിസ് ലെസൺ. നോക്കൂ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. യെസ്, ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ അവസ്ഥയെക്കാളും ഏറെ മോശമായി മാറി കാംബ്രിഡ്ജിലെ അവസ്ഥ. At Oxford he was an average student and his position was in between the second class and the first class. And the authorities of Oxford gave him a first class and he went to Cambridge. ശാരീരികമായ ക്ഷമത ഇല്ലായ്മയാണ്. പക്ഷെ അത് അറിയില്ല, ആ കുട്ടിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. Why he is careless on some occasions. He is a young man of extraordinary intellectual power. അസാധാരണമായ ദിഷണാശക്തിയുള്ള കുട്ടിയാണ് ചിലപ്പോൾ. But on some other occasions, a clumsy one, a careless one, a lazy boy. How it happens? Both the teachers and the parents and friends and he himself couldn't realize it. അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്താണ് തകരാറെന്ന്. നോക്കൂ, his slipshod mathematical background. In mathematics he is highly interested, but unfortunately, on some occasions he becomes a slipshod, that is careless. ചിലപ്പോൾ അതിൽ അങ്ങ് വഴുതിപ്പോവും. Unknowingly he becomes depressed, despaired, വിഷാദമുഖനാവും, നിരാശനാവും. എന്തുകൊണ്ട് അറിയില്ല. Then and he found general relativity extremely tough. ഗണിതത്തിലെ ആനുപാതികം എന്ന അവസ്ഥ, പ്രൊപ്പോർഷൻ എന്ന അവസ്ഥ അദ്ദേഹത്തിന് വളരെ ടഫായി തോന്നിയപ്പോൾ. And it is an interesting subject to him. And he doesn't know how it becomes tough. എങ്ങനെ അത് ടഫാവുന്നു, എങ്ങനെ അത് വിരസമാകുന്നു അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയും മാറി. And there far more disastrous problem arose then. അതിനേക്കാളും അത്യന്തം ദുരന്തപൂർണമായ ഒരവസ്ഥയും ഉണ്ടായി. ഡിസാസ്റ്റർ, ദുരന്തമാണ്. ഡിസാസ്റ്ററസ് പ്രോബ്ലം ഉണ്ടായി. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ്. ഇപ്പോഴദ്ദേഹത്തിൻ്റെ 3ാം വർഷം ഓക്സ്ഫോർഡിൽ.
അദ്ദേഹത്തിൻ്റെ 3-ാം വർഷം ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന കാലത്താണ്, ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന ആ സമയത്താണ്, ആ 3-ാം വർഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഫസ്റ്റ് ഫീലും ക്ലംസിനെസ് ഉണ്ടായത്. നൗ ഈസ് അറ്റ് കാംബ്രിഡ്ജ്. But he was at Oxford when he was learning at the third year. ഓക്സ്ഫോർഡിൽ 3-ാം വർഷം പഠിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് ക്ലംസിനെസ് അനുഭവപ്പെട്ടത്. And he had fallen once or twice for no apparent reason. അക്കാലം മുതൽക്കേ 1-2 തവണ ബോധം കെട്ട് വീണിട്ടുണ്ട്. അറിയില്ല what is the reason, എന്താണ് കാരണമെന്ന്. Once or twice he had fallen unknowingly. The following autumn at Cambridge, ഇപ്പോഴിതാ കാംബ്രിഡ്ജിലാണ്. അക്കാലത്തും ആ ഓട്ടം ശരൽക്കാലത്തും he had trouble tying his shoes and sometimes he had difficulty talking. And while he was at Oxford, he had fallen once or twice unknowingly, and now he is at Cambridge and here also. ഇവിടെയും ഇതാ a kind of stiffness his body stiffness, ബോഡിക്കൊരു വഴക്കമില്ലായ്മ. He couldn't bend down and tie his shoes. കുനിഞ്ഞ് അല്ലെങ്കിൽ ഇരുന്ന് ഷൂസ് കെട്ടാൻ പറ്റുന്നില്ല. ആൻഡ് ഡിഫിക്കൽട്ടി ഈവൻ ഇൻ ടോക്കിംഗ്, സംസാരിക്കാൻ പോലും വൈഷമ്യം, ഫ്ലുവൻ്റായിട്ട് ശബ്ദം വരുന്നില്ല. നെസ്പെര, ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st birthday in 1963, and you know he was born in the year of 1942. ഇപ്പോഴത്തെ 1963 അദ്ദേഹത്തിൻ്റെ 21-ാം ജന്മദിനം. ഹാക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. അത്യപൂർവമായ ഒരു രോഗം ആ യുവാവിനെ ബാധിച്ചു. 21st year, എക്സ്ട്രീംലി യൂത്ത്. വാട്ട് ഈസ് ദാറ്റ്? എന്താണ് രോഗം? അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ്. വളരെ വളരെ അപൂർവമായ എ റെയർ, വെരി റെയർ ഡിസീസ്. കോടികളിൽ ഒരാൾക്ക് മാത്രം ഉണ്ടായേക്കാവുന്ന രോഗം. ആൻഡ് during his 3rd year at Oxford, Hawking started getting clumsy. He had once or twice, for no apparent reason, he had fallen. The following autumn at Cambridge, he had trouble trying. കഴിഞ്ഞ 2-3 വരികൾ വേണ്ട, റിപ്പീറ്റ് ചെയ്തു പോയതാണ് അറിയാതെ. Yes, once again, the second para. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis. I told you, a very, very rare disease. Maybe happen among crores of people. കോടികൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഒരു രോഗം, അത്യപൂർവ രോഗം. For which there was no known cure. അതിന് അറിയപ്പെടുന്ന ചികിത്സയില്ല. It caused a gradual disintegration of the nerve cells in the spinal cord. സ്പൈനൽ കോഡിൽ, നട്ടലിൽ ഞരമ്പുകൾ ഡിസൻറ്റിഗ്രേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് ചെയ്യാതിരിക്കുക, ക്രോഡീകരിക്കപ്പെടാതിരിക്കുക, ഒന്നിച്ച് സമഗ്രമായിട്ട് പ്രവർത്തിക്കാതിരിക്കുക, ഷേറ്ററായി പോവുക. സോ തോട്ട്സ് ഓൾസോ ഷേറ്റർ. അപ്രകാരം വരുമ്പോൾ ചിന്തകളും ഷേറ്ററായി പോവും, ഫീലിങ്സ് ഷേറ്ററായി പോവും, ആക്ഷൻസ് ഷേറ്ററായി പോവും. ദാറ്റ്സ് വൈ ഹി കുഡൻറ്റ് സ്പീക്ക്, ദാറ്റ്സ് വൈ ഹി കുഡൻറ്റ് മൂവ്, ദാറ്റ്സ് വൈ ഹി കുഡൻറ്റ് ബെൻഡ് ഫോർവേഡ്. നട്ടലിനെ ബാധിക്കുന്ന ഒരു രോഗം, ഞരമ്പുകൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകുന്നൊരു രോഗം, അത്യപൂർവമായൊരു രോഗം. ആൻഡ് ഇറ്റ് ഓൾസോ അഫക്റ്റഡ് ദ ബ്രെയിൻ. നട്ടലിൽ ഞരമ്പുകളെ ബാധിക്കുന്നത് കൊണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന രോഗം. അറ്റ് ഫേസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ഫലം എന്തായിരുന്നു? ആദ്യം തന്നെ കടുത്ത നിരാശ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ought ടു ഡു. ഈ രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓർ വാട്ട് ഹീസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. ഇനി തൻ്റെ ഭാവി എന്ത്? ദ ഫ്യൂച്ചർ വാസ് എ ക്വസ്റ്റ്യൻ.
വിതൗട്ട് ആൻസർ, ഉത്തരമില്ലാത്തൊരു ചോദ്യം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവി. ആൻഡ് ഹി വാസ് ടോട്ടലി ഡിപ്രസ്ഡ്, പൂർണ്ണമായിട്ടും വിഷാദമുഖനായി. നെസ്പെര, മൈ ഡ്രീംസ് അറ്റ് ദ ടൈം വേർ റാദർ കൺഫ്യൂസ്ഡ്. എൻ്റെ സ്വപ്നങ്ങളൊക്കെ അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഹി അഡ്മിറ്റഡ്, അദ്ദേഹം അംഗീകരിച്ചു. ബിഫോർ മൈ കണ്ടീഷൻസ് വാസ് ഡയഗ്നോസ്ഡ്, എൻ്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. അപ്പോൾ തന്നെ എനിക്ക് ജീവിതത്തിനോടൊരു തരം വിരക്തി, ബോർഡ്, വിരസത തോന്നിയിരുന്നു. ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. അപ്പോഴും ഈ രോഗം എന്താണെന്ന് വ്യക്തമാക്കപ്പെടും മുൻപ് തന്നെ ജീവിതത്തിനോട് വിരക്തി, സ്വപ്നങ്ങൾക്ക് ഒരു ചിതറിപ്പോകൽ, ഒരു ക്ലംസിനെസ്, കൺഫ്യൂഷൻ, ഇതൊക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു. ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. എന്നെ ആരോ ശിക്ഷിക്കാൻ പോവുകയാണ്. മേ ബി ദ ഫേറ്റ്, മേ ബി ദി നേച്ചർ, മേ ബി ദി ലൈഫ് ഇറ്റ് സെൽഫ്. ജീവിതം എന്നെ ശിക്ഷിക്കുകയാണ്, പ്രകൃതി എന്നെ ശിക്ഷിക്കുന്നു, ആരോ എന്നെ ശിക്ഷിക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. എങ്ങനെയെന്നറിയില്ല. ഐ ഫീൽ സംതിങ് എക്സ്ട്രാ ഓർഡിനറി. എന്തോ അസാധാരണത്വം എനിക്ക് അനുഭവപ്പെടുന്നു. നോട്ട് അറ്റ് ഓൾ ഫിസിബിൾ, നോട്ട് അറ്റ് ഓൾ പ്ലീസിങ്. സുഖകരമല്ലാത്തൊരവസ്ഥ, ടോട്ടലി അണീസി, തികച്ചും അസുഖകരമായ, അസ്വസ്ഥമായ അവസ്ഥ. ഐ suddenly realized that there were a lot of worthwhile things to do. പക്ഷേ ഇൻ ദ നെക്സ്റ്റ് മൊമെൻറ്റ്, അടുത്ത സെക്കൻഡിൽ തന്നെ തോന്നും, നോ, ഐ ഹാവ് ടു ലിവ്, ഐ ഹാവ് ടു ഡു സംതിങ്. എനിക്ക് ജീവിക്കണം, എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. And the confusion of both the dreams and the shattering of dreams. ചിലപ്പോൾ സ്വപ്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടും, ചിലപ്പോൾ സ്വപ്നങ്ങളൊക്കെ ഫെയ്ഡായി പോകും. And on some occasions he becomes highly active, and on other occasions he becomes extremely lazy or careless or slipshod. If I were reprieved, if I become relieved, reprieved, relieved. Reprieved means relieved. ഞാൻ വിമുക്തനാകുകയാണെങ്കിൽ, രോഗവിമുക്തനാവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഐ വിൽ ഡു മെനി തിങ്സ് ഫോർ ദിസ് വേൾഡ്. ഈ ലോകത്തിന് വേണ്ടി ഞാൻ പലതും ചെയ്യും. Another recurring dream was the idea of sacrificing my life to save others. Yes. എൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് മറ്റുള്ളവരെ രക്ഷിക്കണം. I want to do something for others, even sacrificing my life. I know there is something troubled happened in my body. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫാൾട്ട്, എൻ്റെ തെറ്റുകൊണ്ടല്ല. മേ ബി ദ കേഴ്സ് ഓഫ് ദ ഫേറ്റ്, വിധിയുടെ ശാപമായിരിക്കാം മനുഷ്യനെ, പ്രത്യേകിച്ചും പ്രതിഭകളെ ഏറെക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കൽ. ബട്ട് ദാറ്റ് മാൻ വിത്ത് വിൽ പവർ, ദാറ്റ് യങ് മാൻ വിത്ത് വിൽ പവർ, ആ യുവാവ്, ഇച്ഛാശക്തിയുള്ള ആ യുവാവ് തീരുമാനിച്ചു, I want to live. Even though sacrificing my life, I will do something for my brothers and sisters. Yes. After all, if I were going to die, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അങ്ങനെ മരിക്കുകയാണെങ്കിലും I might as well do some good. നല്ല കാര്യങ്ങൾ ചിലത് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ മരിക്കുള്ളൂ. Of course, a motivational idea. ഇതാണ് മോട്ടിവേഷൻ. ഓൾ ഓഫ് us, നമ്മളൊക്കെ തന്നെ വൺ ഡേ ഓർ അനദർ ഡേ, ഇന്നല്ലെങ്കിൽ നാളെ വി വിൽ ഡൈ, നമ്മൾ മരിക്കും. ഡൂയിങ് ഓർ നോട്ട് ഡൂയിങ്, ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും, ബെറ്റർ ഡൂയിങ് സംതിങ്. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുമെങ്കിൽ ചെയ്യുന്നതല്ലേ ഭംഗി. ഡു സംതിങ് ഫോർ us and do something for others.
Why we want to live like animals? നിഷ്ക്രിയരായ മൃഗങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലാതെ ജീവിക്കുന്ന, സ്വയം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മൃഗങ്ങളെപ്പോലെ എന്തിനു നാം ആകണം? ബിക്കോസ് വി ഹാവ് സെൻസ്. വി ഹാവ് സെൻസ്. നമുക്ക് സെൻസ് ഉണ്ട്, ബോധമുണ്ട്, അവയർനെസ്, ബോധാവസ്ഥയുണ്ട്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ഏത് ശരി ഏത് തെറ്റ്, വാട്ട് വി വാണ്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, ഇതൊക്കെ നമുക്കറിയില്ലേ? നാം മനുഷ്യരല്ലേ? സോ ദിസ് യങ് മാൻ, ഈവൻ വിത്ത് ഡിസീസ്, ഡിസാസ്റ്ററസ് ഡിസീസ്, ദുരന്തപൂർണമായ രോഗം ഉണ്ടായിട്ട് പോലും, he decided he will do something for the other human beings of this world. ഈ ലോകത്തിലെ മറ്റു മനുഷ്യർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരികൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന്. നെസ്പെര. Hawking's doctors hoped that his condition would stabilize. ഹോക്കിങ്ങിൻ്റെ ഡോക്ടർമാർ കരുതി അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ സ്റ്റെബിലൈസ്, ഈക്വലൈസ്, പ്രകൃതിയുമായിട്ട് ജീവിതവുമായിട്ട് അനുരഞ്ജനത്തിൽ പോകുമെന്ന് കരുതി. ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ്. പക്ഷേ രോഗം മൂർച്ഛിച്ചു. അഗ്രവേറ്റ്, ബിക്കം സീരിയസ്. ഓപ്പോസിറ്റ് അലീവിയേറ്റ്. അഗ്രവേറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചു വെക്കേണ്ട വാക്കാണ്, നിർബന്ധപൂർവ്വം പഠിച്ചു വെക്കണം. ലഘൂകരിക്കുക. വലിയ വലിയ പരീക്ഷകൾക്ക് ചോദിക്കുന്ന പദമാണ് അഗ്രവേറ്റ്. ഓപ്പോസിറ്റ് അലീവിയേറ്റ്. അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയാണ് ചെയ്തത്. റാപ്പിഡ്ലി, സഡൻലി, റാപ്പിഡ്ലി. Opposite gradually. They soon informed him that he had only about 2 more years to live. They declared their opinion. അവർ അവരുടെ അഭിപ്രായം പ്രഖ്യാപിച്ചു. He will only live for 2 years. വെറും 2 വർഷം. 21കാരനായ ആ പ്രതിഭ ഇനി 2 വർഷം മാത്രമേ ജീവിക്കുള്ളൂ എന്ന്. 2 years passed. 2 വർഷം കടന്നുപോയി. The progression of the disease had slowed. അഗ്രവേറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അലീവിയേറ്റ് ചെയ്തു. Fate couldn't defeat him, or the willpower of that young man was not ready to bend in front of that fate. ആ പ്രതിഭയുടെ ഇച്ഛാശക്തി വിധിക്ക് മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ലായിരുന്നു. ആക്ച്വലി ഡെത്ത് കെയിം ടു ഡിഫീറ്റ് ഹിം, ബട്ട് ഹി ഡിഫീറ്റഡ് ദ ഡെത്ത്. മരണം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വന്നു, അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു, ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2 years passed. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. രോഗം അല്പം കുറയുകയും ചെയ്തു. ആൻഡ് the progression of the disease had slowed. രോഗത്തിൻ്റെ തോതൊന്ന് കുറഞ്ഞു, അല്ലെങ്കിൽ മുന്നേറ്റമൊന്ന് കുറഞ്ഞു. I didn't die, in fact, although there was a cloud hanging over my future. ഞാൻ മരിച്ചില്ല, പക്ഷേ മരണത്തിൻ്റെ കാർമേഘം എൻ്റെ തലയ്ക്ക് മുകളിൽ അവിടെ ഇപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. He was fully aware of his illness. He was not at all afraid of it. ബോധമുണ്ട്, അവനവിടെ നിൽക്കുന്നുണ്ട്. Death stands very near to him, ready to touch him at any time. ഏതു നിമിഷവും അദ്ദേഹത്തെ സ്പർശിക്കാനായി, തൊടാനായിട്ട് മരണം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു ബെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. പക്ഷേ അതിൻ്റെ മുന്നിൽ തല കുനിക്കാൻ നമ്മുടെ ആ യുവ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി തയ്യാറല്ലായിരുന്നു. I found it to my surprise that I was enjoying life in the present more than before. മാത്രവുമല്ല, he began to enjoy the life better than before. മുൻപത്തേക്കാളേറെ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങി. So I say that this one is highly motivating one. നമ്മളൊക്കെ എന്താണ് ചെയ്യുക?
ഒരു പ്രശ്നം വന്നാൽ വാട്ട് ഐ ഡു, ഐ ആം ഗോയിങ് ടു ഡൈ, വി സേ. നോ, വി ആർ നോട്ട് റെഡി ടു ഡൈ. വി മസ്റ്റ് നോട്ട് ബി റെഡി ടു ഡൈ. വി ആർ ബോൺ ടു വിൻ. വി ആർ ബോൺ ടു ലിവ്. നാം ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ്, ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. വെറുതെ മരണത്തിന് മുന്നിൽ തല കൊടിച്ചു കൊടുക്കാൻ വേണ്ടി ജനിച്ചവരല്ല. മരിക്കും, ബട്ട് ഓൺലി ആഫ്റ്റർ ലിവിങ്, ജീവിച്ചതിന് ശേഷം മാത്രം. ആസ് വിത്ത് അവർ ഡിസയർ, നമ്മുടെ ആഗ്രഹത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചതിന് മാത്രം. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ദാറ്റ് നേച്ചർ ഗേവ് us. പ്രകൃതി നമുക്ക് തന്ന വരദാനമാണ് നമ്മുടെ ജീവിതം. മെനി തിങ്സ് ടു സീ, മെനി തിങ്സ് ടു എൻജോയ് ആൻഡ് മെനി തിങ്സ് ടു എക്സ്പീരിയൻസ്. കാണാനും ആസ്വദിക്കാനും അറിയാനും അനുഭവിക്കാനും എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ പ്രകൃതിയിൽ. വി വോണ്ട് ടു ലിവ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, നോട്ട് ലൈക്ക് ആനിമൽസ്. മൃഗങ്ങളെപ്പോലെ ജീവിക്കാനല്ല, മനുഷ്യനെ പോലെ ജീവിക്കാൻ. സോ ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്. ഡിസബിലിറ്റി ഉണ്ട്, അംഗവൈകല്യം, മരണം ചുറ്റിലും നിൽക്കുന്നുണ്ട്. ദോ സ്റ്റിൽ ആൻഡ് നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടനിറ്റി. അത് തീർച്ചയാണ്. ടുമാറോ ഓർ ഡേ ആഫ്റ്റർ ടുമാറോ ഇറ്റ് വിൽ ടച്ച് ഹിം. ബട്ട് ടുമാറോ, നാളെ, എന്നാലും ഉണ്ടല്ലോ 24 മണിക്കൂർ. ഡേ ആഫ്റ്റർ ടുമാറോ, എന്നാലും ഉണ്ടല്ലോ 48 മണിക്കൂർ. നെക്സ്റ്റ് വീക്ക്, ഒരാഴ്ചയുണ്ടല്ലോ. നെക്സ്റ്റ് മന്ത്, ഒരു മാസമുണ്ടല്ലോ. മേ ബി നെക്സ്റ്റ് ഇയർ, വർഷമുണ്ടല്ലോ. മേ ബി ഇയേഴ്സ്, വർഷങ്ങളുണ്ടല്ലോ ചിലപ്പോൾ. ദാറ്റ് ടു എൻജോയ്, ടു ലിവ്, ടു ഡു ഫോർ അതേഴ്സ്. ജീവിതം ജീവിക്കാൻ, ആസ്വദിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ. ഐ വിൽ ഡു ഇറ്റ് ബിഫോർ മൈ ഡെത്ത്. എൻ്റെ മരണത്തിന് മുൻപേ ഞാനത് ചെയ്തിരിക്കും, അദ്ദേഹം തീരുമാനിച്ചു. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ് ഫോർ എ തിയറി. അതാണ് മക്കളെ ഈ പാഠത്തിൻ്റെ ഹെഡിങ്, ക്വസ്റ്റ് ഫോർ എ തിയറി. ആൻഡ് ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സെർട്ടനിറ്റി വേർ പോസ്റ്റ്പോൺഡ്. പക്ഷേ മരണം പോസ്റ്റ്പോൺ ചെയ്ത് മാറി പോവുകയാണ്. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ്. അദ്ദേഹത്തിന് ആ റിപ്രീവ്, ദാറ്റ് മീൻസ് റിലീഫ്, ദാറ്റ് ഈസ് റിലീസ് ഫ്രം ഡിസീസ് ഉണ്ടായി. എ പ്രിക്കാരിയസ് ആൻഡ് എ ടെമ്പററി വൺ. താൽക്കാലികമാണ്, പ്രിക്കാരിയസ് ആണ്, ടെമ്പററി ആണ്. മേ ബി അറ്റ് എനി ടൈം വീണ്ടും വരാം. പക്ഷെ ഇല്ലല്ലോ, ഇപ്പോഴ് സമ്പൂർണ്ണമായ ആരോഗ്യമില്ലെങ്കിലും ആരോഗ്യമുണ്ടല്ലോ. ഹി ക്യാൻ സ്പീക്ക്, ഹി ക്യാൻ വാക്ക്, ഹി ക്യാൻ ആക്ട്. ചെയ്യാം, പറയാം, ജീവിക്കാം. അതുകൊണ്ട് ജീവിക്കുന്നു, ചെയ്യുന്നു, പറയുന്നു. ബട്ട് ലൈഫ് വാസ് പ്രീഷ്യസ്. വൺ ഡേ, മേ ബി വൺ ഡേ, ഒരു ദിവസമാകാം, എങ്കിൽ പോലും ജീവിതം വിലപിടിച്ചതല്ലേ. വൈ വി വാണ്ട് ടു മിസ്യൂസ് ഇറ്റ്? വൈ വി വാണ്ട് ടു അബ്യൂസ് ഇറ്റ്? വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നമുക്കിത് പ്രയോജനപ്പെടുത്താം നമ്മുടെ ജീവിതത്തെ. ഫോർ അസ് ആൻഡ് ഫോർ അതേഴ്സ്. നമുക്ക് വേണ്ടി, ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി. നെസ്പെര. At a New Year's party at St. Albans, just before he entered the hospital for tests. At a New Year's party at St. Albansലെ പുതുവർഷ പാർട്ടിക്ക് മുൻപേ, just before he entered the hospital for test, ശരീരത്തിലെ രോഗ നിരീക്ഷണങ്ങൾക്കായി, ടെസ്റ്റിനായിട്ട് അദ്ദേഹം വിധേയനായി. ഹാക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. ബി ലിസൺ. അവിടെ വെച്ചാണ് ജെയിനിനെ കണ്ടുമുട്ടുന്നത്. ഹിസ് ലൈഫ് പാർട്ട്ണർ ജെയിൻ വൈൽഡ്. നോക്കൂ, Hawking met Jane White. To her, this dissolved graduate student seemed terribly intelligent.
she could realize this young man with disastrous disease, deadly disease, മാരകമായ രോഗത്താൽ ആക്രമിക്കപ്പെടുന്ന ഈ യുവാവ് അതിപ്രതിഭയാണെന്ന്, എക്സ്ട്രീംലി പ്രൊഡിജിയാണെന്ന്, ജീനിയസ് ആണെന്ന് ഷീ കുഡ് റിയലൈസ്. അവൾ മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞു, ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞു ഈ മനുഷ്യൻ അസാധാരണ മനുഷ്യനാണെന്ന്. നോക്കൂ, ദിസ് ഡിസൽവ്ഡ് ഗ്രാജുവേറ്റ്, അതാണ് ഷാറ്റേർഡ് ബോഡി ഉള്ള ഗ്രാജുവേറ്റാണ്, ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്, സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്, എക്സെൻട്രിക്. പക്ഷേ ഒരു ദോഷം, എക്സെൻട്രിക് ആണ്. എന്താണ് പറയുക, എന്താണ് ചെയ്യുക, എപ്പോഴാണ് സ്വഭാവം മാറുക, അൺകൺട്രോളബിൾ ആണ്, എക്സെൻട്രിക് ആണ്, മാഡലേക്കാണ് ചിലപ്പോൾ. അതും അവൾ തിരിച്ചറിഞ്ഞു, അതും തിരിച്ചറിഞ്ഞു. പൊട്ടിത്തെറിക്കുന്ന സൂപ്പർനോവയാണെന്ന്, സൂപ്പർനോവയാണ് പക്ഷെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എക്സെൻട്രിക് കൂടിയാണെന്ന്, ആൻഡ് റേദർ അരോഗൻറ്റ്, ചിലപ്പോൾ ഒട്ടും മയമില്ലാത്ത, റഫ് ആൻഡ് ടഫ്, ദാറ്റ് ഈസ് അരോഗൻറ്റ്. അരോഗൻറ്റ്, ARROGANT, റഫ് ആൻഡ് ടഫ്. പെരുമാറ്റം അങ്ങനെയാണ്, മുരട്ട് സ്വഭാവം, ചിലപ്പോൾ അരോഗൻ്റ് ആണ്, എക്സെൻട്രിക് ആണ്. അതങ്ങോട്ട് മാറ്റി വെച്ചാലോ, വൺ ഓഫ് ദി പ്രൊഡിജീസ് ഓഫ് ദിസ് വേൾഡ്, അത് ടോപ്പർ ജീനിയസ് ഓഫ് ദിസ് വേൾഡ്. ഇതൊക്കെയാണ് ജെയിൻ വൈൽഡ് എന്ന പെൺകുട്ടി അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയത്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. പക്ഷേ അവൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായി. ദാറ്റ് ഇൻ്റലക്ച്വൽ പവർ, ദാറ്റ് വിൽ പവർ, ദാറ്റ് ഇൻക്രെഡിബിൾ പേഴ്സണാലിറ്റി, അവിശ്വസനീയമായ ആ വ്യക്തിത്വം, ആ ധിഷണാശക്തി, ആ ഇച്ഛാശക്തി, ദാറ്റ് ഷീ ലൈക്ഡ് ഇറ്റ് ആൻഡ് ഷീ began to love him. Then this is the end of the third part, and let us continue in the fourth part. Thank you.